വേണ്ട ചോറ് ആ കഴിഞ്ഞല്ലേ എങ്ങനെയുണ്ട് ആര് തരാത്തുള്ള ആ ഇവിടെ ഞങ്ങളിപ്പോൾ വന്നതിനറിയോ കഴിഞ്ഞ 1 മാസം മുമ്പ് നിങ്ങളൊരു യോഗം വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സഹകരിക്കാത്ത മേഖലയിലേക്ക് പ്രസിഡന്റ് നേരിട്ട് വരുമെന്ന് ഓർമ്മണ്ടോ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. മെമ്പറെ കൂട്ടിക്കൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇവിടുത്തെ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ആരാണോ സഹകരിക്കാത്തത് അവരോട് ഞമ്മ പറയും. ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഏത് വീട്ടിൽ കയറുന്നത്? ഇത് അവർ തരുന്നാ പോ അവർ ഇവർ തരുന്നില്ലേ? പ്രിയമുള്ളവരെ, കഴിഞ്ഞ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഹരിതകർമ്മസേനയുടെ യോഗം പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവരോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ കളക്ഷൻ വാങ്ങിത്തരുന്ന ആളുകളെ പ്രസിഡൻ്റെ കൂടെ ഒരു ഡിന്നറോ ലഞ്ചോ ഉണ്ടായിരിക്കും, കൂട്ടത്തിൽ സമ്മാനങ്ങളും. അതുപോലെ ഏറ്റവും കുറവ് കളക്ഷൻ കിട്ടുന്ന മേഖലയിലേക്ക് പ്രസിഡന്റ് നേരിട്ട് ആ വാർഡ് മെമ്പറും പ്രസിഡൻറ്റും പിന്നെ കൂടെ കളക്ഷന് വരുമെന്നാണ്. അതിൻ്റെ ഭാഗം 1 മാസമായി ഞങ്ങൾ ഷിറിയ മേഖലയിലെ കുറച്ച് വീടുകളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അതുപോലെ ഇവർ ചെയ്യുന്നത് നാട്ടിലെ മാലിന്യം ഇല്ലായ്മ ചെയ്യുകയാണ്. ഞാൻ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗോൾഡൻ റഹ്മാൻ. നിങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് അവർക്ക് വേണ്ടി കവർ കൊടുക്കുന്നുണ്ടോ? ഇവർ വന്നാൽ കവർ കൊടുക്കുന്നല്ലേ? പൈസയും കൊടുക്കുന്നല്ലേ? കൊടുക്കണം. കവർ കത്തിക്കാനുള്ളതല്ല ആലേ. അതൊരു ഞാൻ അങ്ങനെ എല്ലാ വാർഡുകളിൽ കയറുന്ന ഭാഗമായിട്ട് വന്നത്. കൊടുക്കണം അവർക്ക്. എല്ലാ അയൽവക്കത്തുള്ള എല്ലാവരോടും പറയണം ഇതിൽ സഹകരിക്കണം. ആലേ വരുന്നാ വേറെ ആരാ തരാത്ത? ഇവ കവർ കിട്ടിയോ ഇവിടുന്ന്? ഈ കവർ എവിടെ ഉമ്മ? ഇഞ്ഞ വാ, ഇവർ കൊടുക്കുന്ന കവറുണ്ടാ ഇല്ലേ? കൊടുക്ക്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നം നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. കവറുകൾ എത്ര ശേഖരിച്ചാലും റോഡുകളിൽ അത് കാണുന്നത് പതിവായി മാറുകയാണ്. എന്നാലും ഇവരെ ചേർത്ത് നിർത്തി ഇവരെ കൂടെ പോയാൽ തന്നെയാണ് ഈ മാലിന്യത്തിന് വലിയൊരു പ്രയാസം നേരിടുമ്പോൾ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ നിന്നുള്ള മാലിന്യം ഇവിടെ ഹരിതകർമ്മസേന പ്രവർത്തകരെ കൂടെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരെ കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് ഇവരെ ഈ വീട്ടിലെ കവറുകളാണ് കഴിഞ്ഞ സമയങ്ങളിൽ ശേഖരിച്ചത്. നമ്മൾ അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇവര് സ്ഥിരമായിട്ട് തരുന്നുണ്ടോ? തരുന്നുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങിയതാ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ആളുകൾ സഹകരിക്കുന്ന ഇവർ ഹരിതകർമ്മസേനൻ്റെ ആളുകൾ പിന്നെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന സമയം നിങ്ങൾ കൊടുക്കുന്നില്ല? അവരുടെ പൈസ 50 രൂപ ഇവരെ കൊണ്ടുവന്നില്ലേ? നിങ്ങൾ സാധനം എടുക്കുന്നില്ല? തുണി വെച്ചിട്ടുണ്ട്, തുണി എടുത്തോളീന്നല്ലേ? തുണി കൊണ്ടുപോകണമെങ്കിൽ 100 രൂപ തരണോ? ഈ പൈസ അല്ലാതെ വേറെ തരണോന്നല്ലേ? എന്താണ് സംഭവം? ഓഫീസില് കൊടുത്തെങ്കിലും വേറെ പൈസ തരണോന്നല്ലേ? അല്ല, അത് പെപ്പാറാണ്. ഈ പ്ലാസ്റ്റിക് കവർ ശേഖരിക്കുന്നതിനാണ് പിന്നെ എന്ത് കൊടുക്കുന്നത്? പിന്നെ 50 രൂപ മേങ്ങുന്നത്. അഡീഷണൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ചാർട്ടുണ്ട്. എങ്ങനെ അല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം തുണി ശേഖരിക്കുക കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ പൈസയാണ്. പിന്നെ പ്ലാസ്റ്റിക് കവർ അല്ലേ, മറ്റേ പ്ലാസ്റ്റിക് കുപ്പിക്ക് വേറെ രീതിയിലേക്ക് കൊണ്ടുപോലെ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളി, ഇന്നലകളിൽ എന്ത് നമ്മൾ അന്വേഷിക്കേണ്ട. ഇവരും നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ് അല്ലേ? അപ്പോൾ ഒന്ന് സഹകരിക്കുക. നമ്മുടെ നാട്ടിൻ്റെ അല്ലേ ഇപ്പോൾ ഇത് ഇവിടെ ചെറിയ മക്കളിരിക്കുന്നു അല്ലേ? ഇവർക്ക് ഇപ്പോൾ നമ്മളെ കഴിഞ്ഞു പോയ ആളുകൾ ഈ ഭൂമിയെ നമുക്ക് ഇത്ര സുന്ദരമായിട്ട് തന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു രോഗം ഇല്ലാതെ ഇപ്പോൾ പോകുന്നത് അല്ലേ? ഇനി അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഈ ഭൂമിനെ കൊടുക്കണമെങ്കിൽ എന്താകണം? നമ്മൾ ഇതിനെ നല്ല രീതിയിൽ നോക്കിയാലേ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ വരെ എന്ത് നടന്ന് ഞാൻ അതിനെ പോസ്റ്റ്മോർട്ടം ആക്കുന്നില്ല. എൻ്റെ ഒന്ന് നല്ല മാന്യമായിട്ട് സംസാരിക്കണേ അല്ലേ? ഓക്കെ, മാന്യമായി അങ്ങനെ പറയാൻ പാടില്ല. അത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഒരു